ഞാനിപ്പോൾ ഉള്ളത് ബ്ലൂ ഡയമണ്ട് മാളിലാണ്. കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് മാവ് റോഡിൽ ഉള്ള ഈ ബ്ലൂ ഡയമണ്ട് മാളിൽ ഇന്ന് ഓണാഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഞാനിവിടെ എത്തിയിരിക്കുന്നു. മാളിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയാം. ബ്ലൂ ഡയമണ്ട് മാളിൻ്റെ ഒന്നാമത്തെ നിലയാണത്. ഒന്നാമത്തെ നിലയിൽ ഒരുപാട് ഷോപ്പുകൾ, മാക്സ്, അതേപോലെ തന്നെ സ്റ്റൈൽ യൂണിയൻ, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഓരോ ഫ്ലോറിലും സജ്ജീകരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഏറ്റവും കൂടുതലുള്ളൊരു പ്രത്യേകത മാവൂർ റോഡിൻ്റെ ഹൃദയഭാഗത്ത്, അത് കോഴിക്കോട് മാവൂർ റോഡിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഒരു മാള് സ്ഥിതി ചെയ്യുന്നത്. മാളിൻ്റെ രണ്ടാമത്തെ നിലയിലാണ്. രണ്ടാമത്തെ നിലയിൽ ഒരുക്കിയിരിക്കുന്നത് ബ്യൂട്ടി കോൺസെപ്റ്റുകൾ, അതേപോലെ തന്നെ സ്നാക്സ് ആൻഡ് ഐറ്റംസുകൾ, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിമിംഗ് ഫെസിലിറ്റിയുള്ള ഒരുപാട് സാധനങ്ങൾ, പിന്നെ അതേപോലെ തന്നെ ഇൻട്യൂൺ എന്ന് പറയുന്നൊരു സ്ഥാപനം. ബ്ലൂ ഡയമണ്ട് മാളിൻ്റെ പ്രത്യേകത, ഈ മാളിൽ തിയേറ്റർ സംവിധാനങ്ങളുണ്ട്. തിയേറ്റർ സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന മലയാളി പ്രേക്ഷകരെല്ലാവർക്കും തിയേറ്ററിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഫെസിലിറ്റിയോട് കൂടിയിട്ടാണ്, ഫുൾ സെറ്റപ്പോട് കൂടിയിട്ടാണ് ഈ മാൾ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഏവർക്കും ഈ മാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നിനും പുറത്തു പോകേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഗ്രൗണ്ട് ഫ്ലോറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു സൂപ്പർ ഹൈപ്പർ മാർക്കറ്റും കൂടിയുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ മാളിൽ വരുമ്പോൾ ഒരു പ്രത്യേകത, നമ്മുടെ കൂടെ എപ്പോഴും കുട്ടികളുണ്ടാവും. അച്ഛനമ്മമാർ ഓരോ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുന്ന സമയത്ത് അവരോടൊപ്പം കുട്ടികൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. കാരണം കുട്ടികളെ വീട്ടിൽ വെച്ചിട്ട് ഒരിക്കലും നമ്മൾ വരാറില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, എന്ത് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കുട്ടികളെ സേഫാക്കാൻ നമ്മളിവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗെയിം എന്ന് പറയുന്നൊരു വലിയ സെൻറ്റർ ഇവിടെ ഉണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്ഥലം, അത് സേഫ് സോണാണ്, വളരെ കംഫേർട്ടാണ്. അത് കണ്ടില്ലേ, ഓരോ കുട്ടികളും ഓരോന്നിലും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും മനോഹരമായിട്ട് ഒരു ഒരുക്കിച്ചിട്ടുണ്ട്. ശരിക്കും ബ്ലൂ ഡയമണ്ട് മാളിൽ ഈ ഒരു സ്ഥാപനത്തിന്റെ പേരെന്താണ്? കുട്ടികൾക്ക് കളിക്കാൻ ഡൂഡിൽസ് ഗെയിമിംഗ് സോൺ. കുട്ടികൾ ഇവിടെ രക്ഷിതാക്കളെ കൂടെ താഴെ വരുന്ന സമയത്ത് പിന്നെ കുട്ടികൾക്ക് ഒരു സേഫ് സോൺ ആണ് അല്ലേ? അതെ, നമുക്ക് ഇതാണ് സെക്കൻഡ് ഫ്ലോറിൽ നമ്മളിപ്പോൾ ഓപ്പൺ ആയതുള്ളൂ. നമുക്ക് ഫോർത്ത് ഫ്ലോറിൽ ഓൾറെഡി ഇതിന് ചെറിയ കുട്ടികളുടെ നമുക്ക് വേറെ പ്ലേ പാർക്ക് സോൺ, ഇൻസൈഡ് പ്ലേ പാർക്ക് സോൺ നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കുട്ടികൾ കുറേ ഉണ്ടാവും. അതെ അതെ. പുതിയൊരു പ്രൊഡക്റ്റ് എന്താ? ഇത് 6 സീറ്ററിന്റെ VR ഗെയിമിംഗ് വരുന്നത്. അതായത് നമ്മൾ ഫുള്ള് VR ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഫുൾ മൂവ്മെന്റും ഷേക്കിങ്ങും, അതായത് ശരിക്കും ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് തരുന്ന ഒരു 6 സീറ്ററിന്റെ ഒരു VR ഗെയിം വരുന്നത്. അതെ, നമ്മൾ ഹെഡിൽ നമ്മൾ സാധനം വെച്ചിട്ട് ഫുള്ള് ഷേക്കും കാര്യങ്ങളും, അതായത് നമ്മളൊരു ഫ്ലൈറ്റിൽ പോകുന്ന എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നമുക്കൊരു ഷൂട്ടിങ്ങിലാണെങ്കിൽ അങ്ങനെ അതിന്റെ ഫുൾ എക്സ്പീരിയൻസ് തരുന്ന ഒരു ഫുൾ 6 സീറ്ററിന്റെ ഒരു ഗെയിമിംഗ് ആണ്. അതിപ്പോൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, നമ്മളൊരു 4-ാം തീയതി 5-ാം തീയതിക്കുള്ളത് കറക്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് അവിടെ ഒരു ബൗളിങ്ങിന്റെ ലൈൻ വരുന്നുണ്ട്, 4 ഇതായിട്ട് വരുന്ന ബൗളിംഗ് ലൈൻ വരുന്നുണ്ട്. നമുക്ക് ഈ ബോളൊക്കെ എറിഞ്ഞിട്ട് മറ്റേ ഒരു 6 പിന്ന് എറിഞ്ഞ് വീഴ്ത്തുന്ന ഒരു സംഭവമില്ലേ, അത് അവിടെ ഓൾറെഡി ഉണ്ട്, ഓപ്പൺ ചെയ്തു അത്. അതെ അതെ, ശരി. താങ്ക് യു. പേര് അമൃത. അല്ല, ഒരാൾ എന്റേതാ, 2 പേര് ചേട്ടൻ്റെ മക്കൾ. ഞങ്ങള് നാട്ടിൽ വന്നത്. ഞങ്ങൾ ഇവിടെ കോഴിക്കോട് തന്നെയാ, നടുവണ്ണൂർ എന്ന് പറയും. പക്ഷെ ഹൈദരാബാദാണ് ഇപ്പൊ ലീവിന് വന്നത്. ഈ മോളിൽ ആദ്യമായിട്ടാണ്. നല്ല, ഞങ്ങൾ ഈ പ്ലേ സോൺ ഒരു റീൽസിൽ കണ്ടിട്ട് അങ്ങനെ വന്നതാ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്?
ഞങ്ങൾ കുറേ ജയിച്ചു. ഇത്രയും കിട്ടി. ആ ഇത് അതിന്റെ കൂടെ കിട്ടുന്ന പ്രൈസ് ആണ്. Prizes. സ്കോറിനനുസരിച്ച് കിട്ടുന്ന ഓ ടിക്കറ്റ് ആണ് അല്ലേ? ഞങ്ങൾക്ക് അവിടുന്ന് ഗിഫ്റ്റ് കിട്ടും. ആ അടിപൊളി. എന്തായാലും ഗിഫ്റ്റ് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഹാപ്പി ആണോ? ഹാപ്പി ആണോ? ഓക്കെ, ഹാപ്പി. അങ്ങനെ നമ്മൾ പരിചയപ്പെടുന്ന ഒരു പ്രത്യേകതരം സംഭവമാണിത്. ഇത് കാറിങ് എന്ന് പറയുന്ന റൈഡാണ്. കുട്ടികൾക്ക് മാത്രമല്ല, എസ്പെഷ്യലി നമുക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ കുട്ടികൾക്ക് ഇത് ഏറ്റവും കൂടുതൽ എൻജോയ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ മനസ്സിലെപ്പോഴും വണ്ടി ഓടിക്കണം, ബൈക്ക് ഓടിക്കണം, കാർ ഓടിക്കണം എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പം അത് മനസ്സിൽ നിന്നൊന്ന് എന്താ പറയുക, ഒരു സന്തോഷം പകരാൻ ഒരു കാർ റൈഡിങ് തന്നെ ആവാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇനി നമ്മൾ ബ്ലൂ ഡയമണ്ട് മാളിൻ്റെ 3ാമത്തെ നിലയിലാണ്. ഈ 3ാമത്തെ നിലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കോർട്ടുകളാണ്. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഗെയിമിൻ്റെ ആ ഒരു പോർഷൻ ഇവിടെയുമുണ്ട്. ആദ്യം ഇവിടെ ആയിരുന്നു തുടങ്ങിയത്, പിന്നെ അത് താഴത്തേക്ക് മാറ്റി. ഇവിടെ പിന്നെ തിയേറ്ററുണ്ട്. ഈ ഫ്ലോറിൽ തിയേറ്ററുണ്ട്. അതോടൊപ്പം തന്നെ ഫുഡ് കോർട്ടുകളാണ് ഈ കാണുന്നത്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങി നമുക്ക് അവിടെ പോയിട്ട് ഇന്ന് കഴിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ശരിക്കും നല്ലൊരു ആംബിയൻസ് ആണ്. ഇവിടെ വരുമ്പോൾ നല്ലൊരു എന്താ പറയുന്ന പ്രത്യേക ഒരു പ്ലസൻറ്റ് മൂഡായിരിക്കും ഇവിടെ വരുന്ന സമയത്ത്. എനിക്ക് തന്നെ അത് അനുഭവപ്പെടാറുണ്ട്. ഇവിടെ ഫുഡ് കോർട്ടാണ്. ഈ പോർഷൻ മുഴുവൻ ഫുഡ് കോർട്ടാണ്. നമുക്ക് സിനിമ കഴിഞ്ഞ് ഒരു ഇൻ്റർവൽ ടൈം കിട്ടുന്ന സമയത്ത് ഈ ഫുഡ് കോർട്ടിൽ വന്നിട്ട് ഭക്ഷണം വാങ്ങി അവിടെ പോയിട്ട് നമ്മൾ സുഖമായിട്ട് ഭക്ഷിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണം ബ്ലൂ ഡയമണ്ട് മാളിലും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ എത്ര സമയം വേണമെങ്കിലും ഇവിടെ ചിലവഴിക്കാനുള്ളൊരു സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഫുഡ് കോർട്ടിൻ്റെ ഒരു സൗകര്യം കണ്ടില്ല. ഇത്രയും ഫുഡ് കോർട്ടിൻ്റെ അവിടെ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഇത്രയും വലിയൊരു സൗകര്യം ബ്ലൂ ഡയമണ്ട് മാളിൻ്റെ ഏറ്റവും ടോപ്പിൽ എന്ന് തന്നെ പറയാം. 3ാമത്തെ നിലയിൽ ഏറ്റവും ടോപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള, എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിൽ അങ്ങനെ ഒരു സംവിധാനങ്ങളുള്ള ഒരു സ്ഥാപനം, ഒരു മാള് കുറവ് തന്നെയാണ് എന്നുള്ളതാണ് സത്യം. ഞാനൊന്ന് നടക്കണം അല്ലേ? മേഡം കൂടി പോകാം. നമസ്കാരം. ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞതിൽ. കോഴിക്കോട് വിഷൻ്റെ ഓണപരിപാടിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ മാളിലെത്തിപ്പെട്ടു. ഞാൻ ഈ മാളിൽ വന്ന സമയത്ത്, ബ്ലൂ ഡയമണ്ട് മാളിൽ വന്ന സമയത്ത് എനിക്ക് കൗതുകമായി തോന്നിയത്, ഒരു ഓണത്തിന് കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു വലിയ സ്ഥാപനം കുട്ടികൾക്കായിട്ട് ഓണപ്പരിപാടി നടത്തുന്നു എന്ന് കണ്ടപ്പോൾ സന്തോഷമായി. കുട്ടികളുടെ മനസ്സറിഞ്ഞ രക്ഷിതാക്കളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു പരിപാടി എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത് മത്സരമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആയിരിക്കും അല്ലേ സാറേ? മത്സരമായിരിക്കാം ഒരു പക്ഷേ, ജഡ്ജസ് ഉണ്ട്. പക്ഷെ മത്സരത്തിലുപരി ഓരോ പാരൻസും ഓരോ രക്ഷിതാക്കളും കുട്ടികളെ പങ്കെടുപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഒരു സമ്മാനത്തിന് വേണ്ടിയിട്ടല്ല, അവരുടെ ടാലൻ്റാണ്. സമ്മാനം ലഭിക്കുക പിന്നീടുള്ളൊരു കാര്യം. 1, 2, 3 സ്ഥാനങ്ങൾ അല്ല പ്രാധാന്യം. ഒരു കുട്ടിയെ രക്ഷിതാവ് ഒരു സ്റ്റേജ് ഫിയർ മാറാൻ വേണ്ടിയിട്ട് അവരെ പെർഫോം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് രക്ഷിതാക്കളുടെ ഒരു ദൗത്യം തന്നെയാണ്. എന്താ പറയുക,
ഒരു നല്ല ഒരു തുടക്കം എനിക്ക് തോന്നുന്നു, നല്ലൊരു തുടക്കമാണ്. എനിക്ക് തോന്നുന്നത് ഈ മാളിൽ ആദ്യമായിട്ടൊരു സംരംഭം പരിപാടിയാണെന്ന് തോന്നുന്നു അല്ലേ സാർ? ഇതിനു മുമ്പേ ഉണ്ടായിരുന്നു. ഓക്കെ. പക്ഷേ ഒരുപാട് സന്തോഷമായി ഈ ഓണത്തിന് ഇവിടെ വരാനും നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചതിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നല്ലൊരു കൈയ്യടി തരും. താങ്ക് യു. ഈ ഓണത്തിന് എന്നോടൊപ്പം എനിക്ക് സന്തോഷമുള്ളതെന്ന് വെച്ചാൽ മാവൂർ റോഡിൻ്റെ ഒരു ഹൃദയഭാഗത്തുള്ളൊരു വലിയ സംരംഭം, അതിൻ്റെ സാരഥികളാണ് ബ്ലൂ ഡയമണ്ട് മാൾ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. പണ്ടത്തെ ആ ഒരു ബ്ലൂ ഡയമണ്ടിൻ്റെ ആ ഒരു ഓർമ്മ ഇപ്പോഴും മാളിൽ വരുന്ന ആൾക്കാർക്ക് ആ ഒരു ഓർമ്മ, പഴയകാല ഓർമ്മ, എനിക്കും അതെ പഴയകാല ഓർമ്മകൾ തന്നെ. എൻ്റെ കൂടെ ഉള്ളത് മാളിൻ്റെ ബ്ലൂ ഡയമണ്ട് മാളിൻ്റെ സാരഥികളാണ്. നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. സാർ, എല്ലാവർക്കും ബ്ലൂ ഡയമണ്ട് മാളിൻ്റെ ഓണാശംസകൾ നേരുന്നു. എൻ്റെ പേര് റെജി ജോസഫ് എന്നാണ്. ഈ RP ഗ്രൂപ്പ് മാൾ ഡിവിഷൻ്റെ ക്ലസ്റ്റർ ജനറൽ മാനേജറാണ്. ബ്ലൂ ഡയമണ്ട് മാൾ പറഞ്ഞ് എല്ലാവർക്കും ഇപ്പോൾ മാവേലി പറഞ്ഞ പോലെ എല്ലാവരുടെയും മനസ്സിലൊരു ഓർമ്മ, ഒരു ലെഗസിയാണ് ബ്ലൂ ഡയമണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ അതേ പേര് നിലനിർത്തിയിട്ട് ഞങ്ങൾ ഈ മാൾ ഇവിടെ റീകൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ എക്കണോമിക്കായിട്ട് പർച്ചേസ് ചെയ്യാനും എൻ്റർടൈൻ ചെയ്യാനും പറ്റിയ എല്ലാവിധ സംരംഭങ്ങളും ഇവിടെയുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള ഗെയിം സോണുണ്ട്, തിയേറ്ററുണ്ട്, ഫുഡ് കോർട്ടുണ്ട്, അതുപോലെ തന്നെ ഫാഷൻ മേഖലയിൽ, അതുപോലെ സൂപ്പർ മാർക്കറ്റ്, എല്ലാം കൊണ്ടും ടൗണിൻ്റെ ഒത്ത് നടക്കാൻ ഏറ്റവും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വന്ന് ഈ ഓണത്തിൽ ഓണത്തിൽ പങ്കെടുക്കാനായിട്ട് എല്ലാ രീതിയിലുള്ള വിപുലമായ രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസും ഈ വർഷം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും കോഴിക്കോട് വിഷന് വേണ്ടിയിട്ട് ഓണാശംസകൾ അറിയിക്കുന്നു. താങ്ക് യു. മാളിൻ്റെ ഓപ്പറേഷൻസ് മാനേജർ രഞ്ജിത്ത് എൻ്റെ കൂടെ ഉണ്ട്, ഞാനൊന്ന് കൊടുക്കാം. പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാർക്ക് ബ്ലൂ ഡയമണ്ട് മാളിൻ്റെ ഓപ്പറേഷൻ മാനേജർ എന്ന നിലയിലും ബ്ലൂ ഡയമണ്ട് മാളിൻ്റെ എൻ്റയർ ടീമിൻ്റെയും ഓണാശംസകൾ നേരുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന കോഴിക്കോട് വിഷൻ്റെ മാവേലിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നേരത്തെ ഞങ്ങളുടെ ജനറൽ മാനേജർ പറഞ്ഞ പോലെ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് എല്ലാവർക്കും എത്തിപ്പെടാനും അവരുടെ ആവശ്യങ്ങൾ പർച്ചേസും മറ്റും നിറവേറ്റി പോകാനും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഓണത്തിന് കോഴിക്കോട്ടുകാർക്കും പ്രത്യേകിച്ചും കോഴിക്കോട് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ടീം ബ്ലൂ ഡയമണ്ടിൻ്റെ ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ റീജിയണൽ ഫിനാൻസ് മാനേജർ മിസ്റ്റർ മനോജ് കുമാറിന് 2 വാക്ക് പറയാൻ ക്ഷണിക്കുന്നു. നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. കോഴിക്കോട് ബ്ലൂ ഡയമണ്ട് മാളിൻ്റെ 2ാമത്തെ ഓണാഘോഷ പരിപാടിയാണിത്. കഴിഞ്ഞ വർഷവും വളരെ ഭംഗിയായ രീതിയിൽ ഓണാഘോഷം സംഘടിപ്പിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ ബ്ലൂ ഡയമണ്ട് മാളിൻ്റെ ജീവനക്കാരുടെ പേരിലും RP ഗ്രൂപ്പിൻ്റെ 3 ലക്ഷം തൊഴിലാളികളുടെ പേരിലും എല്ലാ മലയാളികൾക്കും, ലോകത്തെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേരുന്നതോടൊപ്പം കോഴിക്കോട് വിഷന് ഒരു പ്രത്യേക നന്ദി അറിയിക്കാനുണ്ട്. വളരെ ആരോഗ്യമുള്ള ഒരു മാവേലി ഇവിടെ കൊണ്ടുവന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. മാവേലിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ. താങ്ക് യു. അങ്ങനെ ഇപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു കേട്ടല്ലോ. എൻ്റെ കൂടെയുള്ളത് വലിയ ഒരു സംരംഭത്തിൻ്റെ സാരഥികളാണ്. നിങ്ങൾക്ക് ഈ മാവ് റോഡിൽ വന്നു കഴിഞ്ഞാൽ വേറെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് യഥേഷ്ടം ഇവിടെ രാവിലെ മുതൽ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇവിടെ സുലഭമായിട്ട് ചിലവഴിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും, തിയേറ്റർ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പം എൻ്റെ ടീം എന്നോടൊപ്പം ഉണ്ട്. നമ്മളെ ബ്ലൂ ഡയമണ്ട് മാളിൻ്റെ എൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം സർ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.